السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بالله. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم. صدق الله العلي العظيم. وقال النبي رسول الله صلى الله عليه وسلم: الدين النصيحة. صدق رسول الله صلى الله عليه وسلم. ഏറെ ആദരണീയരായ സയ്യിദന്മാരെ, കാരണവന്മാരെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാടുകളിൽ ഉറച്ചു നിൽക്കുവാനും അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി മരണപ്പെടുവാനുമുള്ള മഹാസൗഭാഗ്യം നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലത്ത് ഇസ്സത്തോടെ, ആഫിയത്തോടെ അല്ലാഹുവിനെ ഇബാദത്തിലായി കഴിയാനും മരിക്കുന്ന നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ആരും കൊതിക്കുന്ന മരണം വരിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം നിലകൊള്ളുന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സന്തോഷവേളയിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാർ. നമ്മൾ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭരണഘടന നമ്മോട് ഉറപ്പു പറയുന്ന വലിയൊരു സത്യമുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച്. ഇന്ത്യ ഈസ് ഒഫീഷ്യലി സോവറീൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഈ രാജ്യം മതേതരമാണ്, ജനാധിപത്യമാണ്. ഈ രാജ്യം മതേതരമാണ് എന്ന് ഭരണഘടന നമ്മോട് ആവർത്തിച്ചു പറഞ്ഞു തരുമ്പോൾ ഒരു മതത്തിൻ്റെയും ശ്രീകോവിലിൽ തളച്ചിടാത്ത വിധം ഈ പാവനമായ രാജ്യത്തെ നാം, നമ്മുടെ പൂർവികർ ഒത്തുചേർന്ന് മതത്തിൻ്റെ അതിർവരമ്പുകളൊന്നും തന്നെ ഇല്ലാതെ മനുഷ്യൻ എന്നൊരൊറ്റ ബോധത്തിൽ, നാം ഇന്ത്യക്കാരെന്നൊരൊറ്റ ബോധത്തിൽ വൈദേശികരുടെ ആധിപത്യത്തിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിച്ച് ഇന്ന് 79 വർഷം പിന്നിടുമ്പോൾ ഈ രാജ്യം വീണ്ടും മറ്റൊരടിമത്തത്തിലേക്ക്, മറ്റൊരു ബന്ധനത്തിലേക്ക് നീങ്ങിപ്പോകുന്നുവോ എന്ന് വല്ലാതെ പേടിച്ചു പോകുന്ന സാഹചര്യത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഇത് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയാണ്. ഇത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനു വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയാണ്. ദ ഇൻക്രെഡിബിൾ ഇന്ത്യ. ആരായിരുന്നു മഹാത്മാഗാന്ധി? 1947 ഓഗസ്റ്റ് 15 യൂണിയൻ ജാക്ക് പതാക അഴിച്ചുമാറ്റി നമ്മുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഉയർത്തപ്പെടാൻ, ഈ രാജ്യത്ത് വെന്നിക്കൊടി പാറാൻ കാരണക്കാരനായ മഹാനായ മഹാത്മാഗാന്ധിജി ഡൽഹിയിൽ സ്വാതന്ത്ര്യദിനത്തിന്റെ അല്ലെങ്കിൽ അധികാര കൈമാറ്റത്തിന്റെ ആഘോഷങ്ങൾ നടക്കുന്ന വേളയിൽ ആ മനുഷ്യൻ നവകാലി ഗ്രാമത്തിലൂടെ നടന്നു നീങ്ങുകയാണ്. നവകാലി ഗ്രാമത്തിലൂടെ നടന്നു നീങ്ങുന്ന അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ലോകം മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ ഒരു പുതപ്പും കാൽമുട്ടോളം വലിപ്പമുള്ള ഒരു ഉടുമുണ്ടും ധരിച്ചിട്ട് നഗ്നനായി നവകാലി ഗ്രാമത്തിലൂടെ ആ മനുഷ്യൻ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള മനു അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ, അങ്ങേക്ക് കാലിൽ ഒരു ചെരുപ്പ് ധരിച്ചുകൂടായിരുന്നു? മഹാത്മാഗാന്ധി തിരിച്ചു ചോദിച്ചു, എന്ത്?
നീ എന്താണ് എന്നോട് ചോദിക്കുന്നത്? നമ്മൾ ഒരു തീർത്ഥയാത്ര പോവുകയാണെന്നാണോ വിചാരിച്ചേ? ഒരു തീർത്ഥയാത്ര പോകുമ്പോൾ ചെരുപ്പ് ധരിച്ചു പോവുകയും പാവനമായ തീർത്ഥാടന സ്ഥലത്ത് ചെന്ന് ചെരുപ്പുകൾ അഴിച്ചു മാറ്റി അവിടേക്ക് കടക്കുന്ന വിധം തീർത്ഥാടനത്തിന് പോകുന്നുവെന്നാണോ നീ ധരിച്ചു വെച്ചത്? നാം നടക്കുന്നത് ഒരുപാട് മനുഷ്യരുടെ ദീനരോധനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മണ്ണിലൂടെയാണ്. നാം നടക്കുന്നത് മനുഷ്യന്റെ പാവനമായ രക്തം ചിന്തപ്പെട്ട മണ്ണിലൂടെയാണ്. ഇവിടെ ചെരുപ്പ് ധരിച്ചു നടന്നുകൂടാ. ആ യാത്രയിൽ അവർ ഒരു ഗ്രാമത്തിലെത്തി. അവിടെയുള്ള ഹിന്ദു സഹോദരിമാർ ഗാന്ധിജിയുടെ അടുക്കിലേക്ക് ഓടി വന്ന് കാൽക്കൽ വീണു. ബാപ്പുജി, ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, ഞങ്ങളെ ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, പാർക്കാൻ സമ്മതിക്കുന്നില്ല. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഗാന്ധിജി അവിടെ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് കടന്നു ചെന്നു. ഇന്ത്യ വിഭജനത്തിന്റെ വേദനകൾ മുറിപ്പാടുകളായി നിലനിൽക്കുന്ന ആ കാലത്ത് അടുത്ത ഗ്രാമത്തിലേക്ക് എത്തുന്ന ഗാന്ധിജിയുടെ അടുക്കിലേക്ക് ഓടി വന്നത് മുസ്ലിം സഹോദരിമാരാണ്. ബാപ്പുജി, ഇവിടെയുള്ള ഹിന്ദുക്കൾ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഈ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുകയാണ് അവർ ഞങ്ങളെ, ഞങ്ങൾക്ക് സമാധാനം നൽകണമെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഭാസത്തെ മാനവികതയുടെ മനുഷ്യത്വം കൊണ്ട് കൈകാര്യം ചെയ്ത മഹാമനീഷിയുടെ പേരാണ് മഹാത്മാഗാന്ധിജി. ആ ഗാന്ധിജിയുടെ ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഒന്നിച്ചു ചേർന്ന് നേടിയെടുത്ത ഇന്ത്യ, ദ ഇൻക്രെഡിബിൾ ഇന്ത്യ. ഈ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നേരത്ത് നഷ്ടപ്പെട്ടു പോയ മാനവികതയും മനുഷ്യത്വവും ബഹുസ്വരതയും നമുക്ക് തിരിച്ചു പിടിക്കണം. ഇത് ഗാന്ധിജിയുടെ, അംബേദ്കറിന്റെ, നെഹ്റുവിന്റെ, മൗലാന അബുൽ കലാം ആസാദിന്റെ, മഹാനായ മുഹമ്മദ് അലി ജൗഹറിന്റെ, മമ്പുറം തങ്ങളുടെ, വാരിയം കുന്നന്റെ രാജ്യമാണ്. അവർ ചുടുചോര ഒഴുക്കിയിട്ട്, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവരുടെ ശരീരത്തെ പണയം വെച്ചിട്ട്, ആത്മാവിനെ പോലും ഈ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചിട്ട് നമുക്ക് വാങ്ങിത്തന്ന സുന്ദരമായ രാജ്യമാണ്. ഈ രാജ്യത്തെ നമ്മൾ ഒന്നിച്ചു നിന്ന് കെട്ടിപ്പടുത്തതാണ്. ഈ രാജ്യത്തെ തകർക്കാൻ ഒരു മേലാളനെയും സമ്മതിക്കില്ല എന്ന്, ഒരു ഫാഷിസ്റ്റ് സവർഗ മേധാവിത്വത്തെയും അനുവദിക്കില്ല എന്ന് ഉറച്ചു പറയാൻ, അതിനുവേണ്ടി ഉറച്ചു നിൽക്കാൻ, ഇരു കാലുകൾക്കും സ്ഥൈര്യത്തോടെ നിൽക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനാകുന്നത്, ഇന്ത്യക്കാരനാകുന്നത്. ഈ ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ബഹുസ്വരതയിലാണ്. വസുദൈവ കുടുംബം ഈ ഇന്ത്യ രാജ്യത്തെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിന്റെ മകുടത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന സുന്ദരമായ ഉപനിഷത്തിന്റെ വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെ വായിക്കാം: അയം നിജ പരോവേദി ഗണാനാം ലഘുചേതസാം ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം. ഈ രാജ്യം എന്റേതാണ്, എന്റെ മതത്തിൻ്റെതാണ്, ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് പറയുന്ന സിദ്ധാന്തം ഈ രാജ്യത്തിന് അന്യമാണ്. ലോകമേ തറവാട്, വസുദൈവ കുടുംബകം, എല്ലാവരും ഈ രാജ്യത്തിന്റെ മക്കളാണ്. ആ ഒരു ബഹുസ്വരത, മുസ്ലിമും ക്രൈസ്തവനും ഹൈന്ദവനും ജൈനനും പാഴ്സിയും ആരൊക്കെയുണ്ടോ ഈ രാജ്യത്ത്, അവരുടെയൊക്കെയാണ് ഈ പാവനമായ രാജ്യം. നമ്മളുടേതാണ് ഈ ഇന്ത്യ. ഇത് കൊത്തിവെച്ച പാർലമെന്റിന്റെ തൊട്ടടുത്ത് തന്നെ അറബിയിൽ സുന്ദരമായ പരിശുദ്ധ ഖുർആന്റെ വാക്യം കൊത്തിവെച്ചിരിക്കുന്നു: ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരാൾ സ്വയം നന്നാകാൻ തീരുമാനിക്കാതെ ഒരിക്കലും അയാൾ നന്നാവില്ല. പരമ്പൊരുളായ തമ്പുരാൻ അയാളെ നന്നാക്കില്ല എന്നുള്ള സുന്ദരമായ വാക്യം കൂടി ചേർത്തു വെച്ച നമ്മുടെ രാജ്യം, ദ ഇൻക്രെഡിബിൾ ഇന്ത്യ. ഈ രാജ്യത്തെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. നമ്മുടെ ഇന്ത്യ എന്ന് നമ്മൾ പറയുന്ന, നമ്മളെല്ലാവരും ചേരുന്ന ഈ സുന്ദരമായ രാജ്യത്തെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ഒന്നാലോചിച്ചു നോക്കി, ഹിന്ദു മതത്തിന്റെ തറവാടായ ഈറ്റില്ലമായ രാജ്യമെന്ന് ലോകമൊട്ടാകെ കേൾപ്പെട്ട പുകഴ്പെറ്റ ഈ രാജ്യം, എന്നിട്ടും മതിയാകാഞ്ഞിട്ട് വീണ്ടും രണ്ടു മതത്തെ കൂടി ഗർഭം ധരിച്ചു നൊന്തുപെറ്റു. വർദ്ധമാന മഹാവീരന്റെ ജൈനമതവും സിദ്ധാർത്ഥ ബുദ്ധന്റെ ബുദ്ധമതവും. എത്ര സുന്ദരമാണ്! വേദനയോടുകൂടി ആ മൂന്ന് മതങ്ങൾ ഇവിടെ സന്തോഷത്തോടെ വേദനയോടെ പ്രസവിച്ച്, ഗർഭം ധരിച്ച് പ്രസവിച്ചിട്ട് ആ മൂന്ന് മതങ്ങളെയും പോരാഞ്ഞിട്ട് വിദേശത്ത് നിന്ന് വീണ്ടും മൂന്ന് മതങ്ങളെ കൈനീട്ടി സ്വീകരിച്ചു നമ്മുടെ ഇന്ത്യ. യഹൂദമതം, ക്രൈസ്തവ മതം, ഇസ്ലാം മതം, ആ രാജ്യങ്ങൾ ആ മതങ്ങളെയും കൂടി സ്വീകരിക്കാൻ മാത്രം ഈ മാതൃത്വത്തിന്റെ, രാജ്യത്തിന്റെ മാതൃത്വത്തിന്റെ മടിത്തട്ട് വിശാലമായിരുന്നു.
അന്നുള്ള ആളുകൾ അത്രയേറെ ബഹുസ്വരതയുടെ ആളുകളായിരുന്നു. മഹാന്മാരായ നമ്മുടെ പൂർവ്വപിതാക്കൾ പരിശുദ്ധ ദീനും കൊണ്ട് മാലിക് ദീനാറും സംഘവും ഇങ്ങോട്ട് കടന്നു വരുമ്പോ ഈ രാജ്യം അവരെ തടഞ്ഞു നിർത്തിയില്ല, അവരെ ആട്ടിയോടിച്ചില്ല. പത്രോസിന്റെ ആളുകൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോ ഈ രാജ്യം അവരെ ആട്ടിയോടിച്ചില്ല. യഹൂദ മതത്തിന്റെ ആളുകൾ വന്നപ്പോ മാറ്റി നിർത്തിയില്ല, തടഞ്ഞു നിർത്തിയില്ല, അവരെയൊക്കെയും സ്വീകരിച്ചു. ഈ രാജ്യം ഇത് ബഹുസ്വരതയുടെ രാജ്യമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുന്ദരമായ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയുടെ രാജ്യമാണ്. ഒരുപാട് വിഭിന്നങ്ങളായ ആശയങ്ങളും ആദർശങ്ങളും നിറങ്ങളും ഭാഷകളും പലതരത്തിലുള്ള പ്രദേശങ്ങളും നിലനിൽക്കുമ്പോഴും ഈ രാജ്യം സുന്ദരമാണ്, യൂണിറ്റി ഉള്ളതാണ്, ഐക്യമുള്ളതാണ്. ആ ഐക്യത്തെ കൊണ്ടു നടക്കാൻ, ആ ഐക്യത്തിന്റെ സൗന്ദര്യത്തെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ഒന്നാലോചിച്ചു നോക്കൂ. രാവിലെ സുബഹി നേരത്തെ എഴുന്നേൽക്കുമ്പോ ബ്രാഹ്മ മുഹൂർത്തത്തിന്റെ സുന്ദര നേരത്ത് അമ്പലങ്ങളുടെ ശ്രീകോവിലുകളിൽ നിന്ന്, സനാതന ധർമ്മത്തിന്റെ ശ്രീകോവിലിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉദ്ദിഷ്ട നരശാർദൂല കർത്തവ്യം ദൈവമാങ്കിതം. സുന്ദരമായ ഹൈന്ദവ സുപ്രഭാത വരികൾ നമ്മൾ കേൾക്കാറുണ്ട്. തൊട്ടടുത്ത പള്ളിയിൽ നിന്ന്, പള്ളി മിനാരത്തിൽ നിന്ന് ആ സൗന്ദര്യ നേരത്ത്, സുന്ദരമായ നേരത്ത് അസ്സലാത്തു ഖൈറും മിനന്നൗമിന്റെ ആകാശത്തെളിനീരുകളെ കീറി മുറിച്ചു കൊണ്ടുപോകുന്ന സുന്ദരമായ വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഈശോ മിശിഹായുടെ പള്ളിമേടയുടെ അരമനയിൽ നിന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരേണമേ എന്നുള്ള പ്രഭാത പ്രാർത്ഥനയുടെ കീർത്തനങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ ഒരു പ്രശ്നമില്ല, മതത്തിന്റെ വേലിക്കെട്ടുകളില്ല, അതിർവരമ്പുകളില്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഒന്നാണ്, നമ്മൾ ഒന്നിച്ചു ചേർന്ന് കെട്ടിപ്പടുത്തതാണ് ഈ പരിശുദ്ധമായ പാവനമായ രാജ്യം. ഈ രാജ്യത്ത് ഈ സുന്ദരമായ ബഹുസ്വരത നഷ്ടപ്പെട്ടു പോകുന്നത് എവിടെ വെച്ചെന്നറിയോ? മതത്തിന്റെ തീവ്രവാദം കടന്നു വരുമ്പോഴാണ്. ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച മഹാത്മാ ഗാന്ധിജി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ടു ഡു ദ ഇർറിലീജിയസ് തിങ്സ് ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ ഈസ് ദ റിലീജിയസ് എക്സ്ട്രീമിസം. ഒരു മതത്തിന്റെ ആചാര്യന്മാരും പറഞ്ഞു വെക്കാത്ത, ഒരു മതത്തിന്റെ പ്രമാണങ്ങളിലും എഴുതി വെക്കാത്ത, മതത്തിന്റെ വിശ്വാസങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളുമായി ഏതൊരാളാണോ അവന്റെ മതം എന്ന് പറഞ്ഞ്, അവന്റെ മതത്തിനു വേണ്ടി എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് പ്രശ്നമുണ്ടാക്കുന്നതോ അതാണ് മത തീവ്രവാദം. ലോകത്തൊരു മതവും തീവ്രവാദത്തിന് അല്ലെങ്കിൽ ഉഗ്രവാദത്തിന്, എക്സ്ട്രീമിസത്തിന്, ടെററിസത്തിന് ഒരു തലത്തിലുള്ള പരിഗണനയും കൽപ്പിച്ചിട്ടില്ലെന്ന് ലോകത്തുള്ള മുഴുവൻ മതങ്ങളുടെയും ധർമ്മങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും പ്രമാണങ്ങൾ പരതുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഈ നേരത്താണ് നമ്മൾ മഹാനായ വാരിയംകുന്നനെ ഓർത്തു പോകേണ്ടത്. മഹാനായ വാരിയംകുന്നൻ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയണം, നവ്വറല്ലാഹു മർഖദ വഖദ്ദസ റൂഹ. നവ്വറല്ലാഹു മർഖദ, മഹാനവറുകൾക്ക് അല്ലാഹു ആഖിറം വിശാലമാക്കട്ടെ. ഈ രാജ്യത്തെ വൈദേശികരുടെ ആധിപത്യത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി സ്വന്തം ജീവൻ ബലികൊടുത്ത മഹാനായ വാരിയംകുന്നൻ അദ്ദേഹത്തിന്റെ അവസാന നിമിഷത്തിൽ കൊല ചെയ്യുന്നതിനു വേണ്ടി, വധിക്കുന്നതിനു വേണ്ടി വെടിവെച്ചു വീഴ്ത്തുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നിലയിൽ നിർത്തുന്ന നേരത്ത് രണ്ട് കണ്ണുകളിലും കറുത്ത തുണി കെട്ടിയിട്ട് അദ്ദേഹത്തെ നിർത്തിയ നേരം മഹാനായ വാരിയംകുന്നൻ കരയുന്നൊരു രംഗം ചരിത്രത്തിൽ കാണാം. ആ സമയത്ത് ബ്രിട്ടീഷുകാരൻ ചോദിക്കുന്നുണ്ട്, എന്തേ അങ്ങ് കരയുന്നത്? താങ്കളുടെ ധൈര്യമൊക്കെ ചോർന്നു പോയോ? ആ നേരത്ത് വാരിയംകുന്നൻ പറഞ്ഞൊരു മറുപടി, ധൈര്യം ചോർന്നിട്ടല്ല ഞാൻ കരഞ്ഞത്. വീട്ടിൽ നിന്ന് വരുമ്പോ എന്നെ കാത്ത് ഉപ്പാ മുട്ടായി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ച എന്റെ കൊച്ചുമകനുണ്ട്. ഞാൻ തിരിച്ചു വീട്ടിലേക്ക് എത്തുമ്പോ എന്റെ അരപ്പട്ടയിൽ ഞാൻ കാത്തുവെച്ച മിഠായി എടുത്തിട്ട് സന്തോഷത്തോടെ തിന്നാൻ വെമ്പൽ കൊള്ളുന്ന എന്റെ കൊച്ചുമകൻ ഇന്നെന്നെ കാത്തിരിക്കുന്ന നേരത്ത് അരപ്പട്ടയിൽ മിഠായി ഇല്ലാതെ, ശരീരത്ത് ജീവൻ പോലും ഇല്ലാതെ ചേതനയേറ്റ ശരീരമായി വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കരയുന്ന പൊന്നുമോനോട് ഉപ്പ മുട്ടായി കൊണ്ടുവന്നിട്ടില്ലെന്ന് പറയാൻ എനിക്ക് കൊക്കിൽ ജീവനുണ്ടാകില്ലല്ലോ എന്നോർത്ത് ഞാനൊന്ന് സങ്കടപ്പെട്ടതാണ്. പിന്നെയും അദ്ദേഹം കരഞ്ഞു. ആ നേരത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തേ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ധൈര്യം ചോർന്നു പോയിട്ടില്ല, ധൈര്യം ചോർന്നു പോയിട്ടില്ല. ഞാൻ കരയുന്നത് എന്റെ വേദന ഉള്ളിൽ ഒതുക്കിയിട്ടാണ്. എന്താണ് നിങ്ങളുടെ വേദന? നിങ്ങൾ എന്റെ ഈ കൂച്ചു വിലങ്ങുകൾ അഴിക്കണം, ഞാൻ ഓടിപ്പോകില്ല. എന്റെ കണ്ണിൽ കെട്ടിയിരിക്കുന്ന ഈ കറുത്ത തുണിയൊന്ന് അഴിക്കണം.
ഞാൻ ഒരിക്കലും നിങ്ങളെ വിട്ടോടി പോകില്ല. ബ്രിട്ടീഷുകാരുടെ ചോദ്യം, എന്തേ സങ്കടം തോന്നുന്നുണ്ടോ? ഇത്രയും കാലം ചെയ്തതൊക്കെ തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ടോ? ഒരു വെള്ള പേപ്പർ തരാം, അപ്പോളജി, ക്ഷമാപണം എന്നൊന്ന് എഴുതി തന്നാൽ മതി, താങ്കളെ ഞങ്ങൾ വെറുതെ വിടാം. സാധ്യമല്ല. ഞാൻ ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും ക്ഷമ ചോദിക്കുകയുമില്ല. ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചത് മുഴുവൻ നേരാണ്, നെറിയാണ്, സത്യമാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ മാത്രമേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഞാൻ കരഞ്ഞത്, എന്റെ കണ്ണുകെട്ടി എന്നെ വെടിവെക്കരുത്. ഈ രാജ്യത്തിന് വേണ്ടി ഇത്രയും കാലം ഞാൻ പ്രവർത്തിച്ചപ്പോ അവസാന നേരം എന്റെ കൈകൾ പിന്നിലേക്ക് കെട്ടി കൂച്ചുവലങ്ങിട്ടിട്ട് എന്റെ മുതുകിൽ വെടിവെക്കുന്നതിന് പകരം കൈകൾ അടിച്ച് സ്വതന്ത്രനാക്കിയിട്ട് കണ്ണുകൾ അഴിച്ചിട്ട് നിങ്ങൾ എന്റെ നേരെ ഉതിർക്കുന്ന വെടിയുണ്ടകൾ എനിക്ക് കാണണം. ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ എന്റെ നെഞ്ചിലേക്ക് ഏറ്റെടുത്ത വെടിയുണ്ടകൾ എന്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണണമെന്ന് മഹാനായ വാരിയംകുന്നൻ പറഞ്ഞപ്പോ, സ്വന്തം ജീവൻ ബലി കൊടുത്തിട്ട് ഈ രാജ്യത്തെ നമുക്ക് വേണ്ടി അവർ കൈമാറ്റം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ, പൂർവ്വപിതാക്കന്മാർ, ഭൂതകാലത്തിന്റെ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കൈമാറ്റം ചെയ്തു തന്ന ബഹുസ്വരതയുടെ, മാനവികതയുടെ, ഐക്യത്തിന്റെ വക്താക്കളാകണം നമ്മൾ. ആരെന്തു പറഞ്ഞാലും എങ്ങനെ പ്രവർത്തിച്ചാലും, രാഷ്ട്രീയ ഭിന്നതകൾ ഉണ്ടെങ്കിലും ആദർശ വൈജാത്യങ്ങൾ ഉണ്ടെങ്കിലും, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. സ്കൂളിൽ കൊച്ചുമക്കൾ രാവിലെ പറയാറുണ്ട്, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരങ്ങളാണെന്ന് പറയുന്നത് കളവാകാതിരിക്കാൻ, സത്യമായി പുലരാൻ നമ്മൾ ഇന്ത്യക്കാർ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാർ, നമ്മൾ മാത്രമായ ഇന്ത്യക്കാർ, ലോകത്തിന്റെ മുമ്പിൽ ഉറക്കെ പറയാൻ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് മുഷ്ടി ചുരുട്ടി പറയാൻ പ്രാപ്തമാകുന്ന നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി സാഹോദര്യം കാത്തു സൂക്ഷിക്കുന്നവരാകണം നമ്മൾ. ഭൂതകാലത്തിൽ നിന്ന് ഭാവി കാലത്തിലേക്ക് ഈ ബഹുസ്വരതയെ കൈമാറ്റം ചെയ്യുന്ന വർത്തമാന കാലത്തിന്റെ കണ്ണികളാണ് നമ്മൾ. ആ കണ്ണികൾ അറ്റുപോകാതെ പുതിയ തലമുറയിലേക്ക് നമ്മൾ ഫാഷിസം വിളമ്പാതെ, തീവ്രവാദം വിളമ്പാതെ, രാജ്യത്തിന്റെ സൗന്ദര്യവും മകുടതയും, ഈ രാജ്യത്തിന്റെ സൗന്ദര്യവും യൂണിറ്റിയും കൈമാറ്റം ചെയ്യുന്നവരായി മാറണം. ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ. അത് വിശ്വാസികൾക്ക് മാത്രമേ സാധ്യമാകൂ. ഹൃദയത്തിന്റെ ഉള്ളിൽ അല്പമെങ്കിലും അണുവിട വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവന് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ സാധ്യമല്ല, ഈ രാജ്യത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല, ഈ രാജ്യത്തിന്റെ സുന്ദരമായ അധ്യാപനങ്ങളെ തകർക്കാൻ സാധ്യമല്ല. ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കടന്നു വരുന്ന ഭാവിയിലെ മക്കളിലേക്ക് നമ്മുടെ പൂർവ്വപിതാക്കൾ നമ്മുടെ ഭൂതകാലത്തിന്റെ ചരിത്ര സത്യങ്ങൾ പകർന്നു കൊടുക്കുകയും ഇതിന്റെ സൗന്ദര്യത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. ആ നിലയിൽ ഈ രാജ്യത്തെ സ്നേഹിക്കാനും ഈ രാജ്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കാനും അവസാന ശ്വാസം വരെ രാജ്യത്തിന്റെ വക്താക്കളാകാനും ഞാൻ ഒരു ഇന്ത്യക്കാരനെന്ന് അഭിമാനത്തോടെ ആരോടും പറയാനും നമുക്ക് തൗഫീഖ് ഉണ്ടാകണം, സാധ്യമാകണം, മനക്കെട്ടി ഉണ്ടാകണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.